ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ JPC യോഗം ഇന്നാണ്. 39 അംഗ സംയുക്ത പാർലമെന്ററി സമിതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ പിന്നീട് JPCക്ക് അയക്കുകയായിരുന്നു. ഗൗതം തുടരുന്നുണ്ട്. ഗൗതം, ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളും കൂടി. ദേവിക, കഴിഞ്ഞ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിലാണ് ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായ രണ്ട് ബില്ലുകൾ കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചത്. നമുക്കറിയാം, അവതരിപ്പിക്കപ്പെട്ട ആ ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ പിന്നീട് നടന്നിരുന്നു. അർജുൻ റാം മെഗ്വാളാണ് ലോക്സഭയിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നത്. പിന്നീട് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ വലിയ ബഹളം നടത്തിയിരുന്നു. ഭാരതത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പിന്നീട് നടന്നിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ 1951-ലും 57-ലും 62-ലും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തന്നെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയാണ് രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് കോൺഗ്രസിൻ്റെ സർക്കാരുകൾ രാജ്യത്ത് പല സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടു. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഭരണകാലത്ത് കോൺഗ്രസ് അല്ലാത്ത പാർട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നാൽ അവരെയെല്ലാം ഭരണഘടനയുടെ പ്രത്യേക ചില അധികാരത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട കാര്യം BJP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ EMS സർക്കാരിനെ ഉൾപ്പെടെ പിരിച്ചുവിട്ട കാര്യം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് മുൻപ് ഈ രാജ്യത്ത് നിലനിന്നതായിരുന്നു. അതിനെ അട്ടിമറിച്ചത് കോൺഗ്രസിന്റെ ഭരണകൂടമാണെന്നും ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സാമ്പത്തികമായിട്ട് സർക്കാരിനുണ്ടാകേണ്ട ലാഭം, അതോടൊപ്പം തന്നെ സമയലാഭം രാഷ്ട്രീയ പാർട്ടികളും ഭരണാധികാരികളും തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കാതെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അങ്ങനെ വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ല് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൻ്റെ അവസാന ദിനങ്ങളിൽ അവതരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടന്നു. തുടർന്നാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഇത് വിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശിച്ചത്. ഇതേ തുടർന്ന് ഇന്നിപ്പോൾ JPCയുടെ ആദ്യ യോഗമാണ് നടക്കാൻ പോകുന്നത്. 39 അംഗ JPC ആണ് ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പരിഗണിക്കാനായി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ 27 പേർ ലോക്സഭയിൽ നിന്നും അതുപോലെ 12 പേർ രാജ്യസഭയിൽ നിന്നുമാണ്. പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് PP ചൗധരി എന്ന മുതിർന്ന BJPയുടെ MPയുടെ അധ്യക്ഷതയിലാണ്, അദ്ദേഹത്തെ ചെയർപേഴ്സണായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ JPC രൂപീകരിച്ചത്. എന്തായാലും ഈ സുപ്രധാനമായ ബില്ലുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ഈ JPCയുടെ ആദ്യ യോഗം പാർലമെന്റിൽ ചേരാൻ പോവുകയാണ്. ദേവിക.